ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ ഒരു പോർഷൻ ഇൻട്രോയും മാസും എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. മാസ്, ലെങ്ത്ത്, വോളിയം ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. കുറേ ക്ലാസിഫിക്കേഷൻസ് എല്ലാം എടുത്തായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കണ്ടു. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ടേംസ് ഒക്കെ കണ്ടു. മാസ്, വെയ്റ്റ്, വോളിയം, അനാലിറ്റിക്കൽ ബാലൻസ്, അങ്ങനെ കുറേ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. അതിൽ നമ്മൾ നിർത്തിയത് വോളിയത്തിലായിരുന്നു. വോളിയത്തിനെ പറ്റിയുള്ള ഡെഫിനിഷൻ പറഞ്ഞു, യൂണിറ്റ്സ് പറഞ്ഞു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വോളിയത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ വോളിയത്തിൻ്റെ തന്നെ ഒരു ചെറിയ പോർഷൻ കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പം നമുക്ക് അത് നോക്കാം. അപ്പം നമുക്ക് വോളിയത്തിനെ തന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ആ പോർഷനിലേക്കൊന്ന് പോകാം. എന്തായിരുന്നു വോളിയം എന്ന് പറഞ്ഞിരുന്നത്? വോളിയം ഇസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സബ്സ്റ്റൻസ് അല്ലേ. നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടായിരുന്നു അന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. വോളിയം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സബ്സ്റ്റൻസ്. രണ്ടാമത്തത് യൂണിറ്റ് ഈസ് ലെങ്ത് റേസ് ടു 3. മൂന്നാമത് നമ്മൾ പറഞ്ഞു ദ SI യൂണിറ്റ് ഈസ് മീറ്റർ റേസ് ടു 3. ആൻഡ് ദ ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞു സ്മോളർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡെസിമീറ്റർ ക്യൂബ്, സെൻറ്റിമീറ്റർ ക്യൂബാണ്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിൻറ്റ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലിറ്ററാണ്. സിക്സ്ത് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞു ലിറ്ററിനെ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ലിറ്ററിനെ കൺവേർട്ട് ചെയ്യാം ഫോർ ദ പ്രോബ്ലംസ്. നമുക്ക് പ്രോബ്ലംസ് വരുന്നേരത്തേക്ക് നമുക്കത് എങ്ങനെയാണ് മാത്തമാറ്റിക്കലി ഈ യൂണിറ്റ്സിനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക. 1 ലിറ്റർ ഇസ് ഇക്വൽ ടു 1000 മില്ലി ലിറ്റർ എന്ന് പറയാം. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണെന്ന് പറയാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്കൊരു 1 ഡെസിമീറ്റർ ക്യൂബാണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് കുറേ ഡിവൈസസ് വോളിയം ഓഫ് ലിക്വിഡ്സിന് മെഷർ ചെയ്യാനായിട്ട് നമുക്കറിയാം. ദാറ്റ് ഈസ് പിപ്പെറ്റ്സ്, ബ്യൂററ്റ്സ്, വോളിമെട്രിക് ഫ്ലാസ്ക്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അവരെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് വോളിയത്തിൻ്റെ ഈ 1000 സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ കുറേ വട്ടം പറയുന്നുണ്ടെങ്കിലും നമുക്കതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ആ ഐഡിയ കുറച്ചും കൂടി ഒന്ന് കൂടെ നോക്കാം. ദാറ്റ് ഈസ് ഇത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പിക്ചറാണിത്. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ളൊരു ടെക്സ്റ്റ് ബുക്കിലൊരു ബ്ലോക്ക് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന പിക്ചറിൻ്റെ ഈ താഴെ ഇവിടെ ഒരു ചെറിയ ചെറിയ കുറേ ബ്ലോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ബ്ലോക്ക് ആണ് ഇവിടെ. നിങ്ങൾക്കൊരു ചെറിയ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ബ്ലോക്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ബ്ലോക്കിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റും എല്ലാം നമ്മൾ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം ഒരു 1 ബ്ലോക്കിൻ്റെ ഒരു 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബ്ലോക്കാണ് ഈ 10 ലെയേഴ്സ് മുഴുവനും കിടക്കുന്നത്. സോ നമുക്ക് എന്തെഴുതാൻ പറ്റും? അത് 10 സെൻറ്റിമീറ്റർ ആണ്. ആ കിടക്കുന്ന ബ്ലോക്സ് മുഴുവനും വരുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറയും. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ 1 ഡെസിമീറ്റർ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്ന വാല്യൂസ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കാണുന്ന നേരത്ത് ഒരു ഡൗട്ട് വരരുത്. ഒരു ബ്ലോക്കിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് വോളിയം ഇസിക്കൽ ടു 1 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ്. വോളിയം അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്ത് 1, ബ്രെഡ്ത്ത് 1, ഹൈറ്റ് 1. സോ ദ വോളിയം ഈസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ്. 1 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു 1000 ml 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ml ആണ്. അതാണ് നിങ്ങളെ ടെക്സ്റ്റിൽ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. 1 സെൻറ്റിമീറ്റർ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്. ഈ ഓരോ ബ്ലോക്കിനെ പറ്റിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചേക്കുന്നത്. ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചെറിയ ബ്ലോക്ക് ഇരിക്കുന്നു. ആ ചെറിയ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ആ ചെറിയ ബ്ലോക്കിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വോളിയമാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ നേരത്തെ വോളിയത്തിൽ എന്ത് പഠിച്ചു? 1000 ml എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1 ml അല്ലേ. അതാണ്
താഴെ എഴുതിയേക്കുന്നത്. 1 സെൻറ്റിമീറ്റർ ക്യൂബ് മീൻസ് 1 ml. അപ്പം നമുക്ക് എന്ത് പറയാം? ആ ക്യൂബ് എന്ന് പറയുന്നത് ഒരു 1 ml ക്യൂബാണ്. അതല്ലെങ്കിൽ ആ ക്യൂബ് എന്ന് പറയുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. വോളിയം 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ആ പോർഷൻ. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ താഴത്തെ ലെയറിൽ ആ ക്യൂബ് തന്നെ നിരന്നിരിക്കുകയാണ്. 10 ക്യൂബ്സ് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 10 ക്യൂബ്സ് ആകുമ്പോൾ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലെങ്ത്ത് മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ അത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 10 സെൻറ്റിമീറ്റർ ആണ് ആ നിൽക്കുന്നത് അല്ലേ? 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 10 സെൻറ്റിമീറ്ററിൻ്റെ വാല്യൂ എത്രയാണ് ഡെസിമീറ്ററിൽ എഴുതുമ്പോൾ? ഇപ്പം നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബും ml മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്റിമീറ്ററും ഡെസിമീറ്ററും തമ്മിലുള്ള ഒരു ബന്ധം നോക്കാം. ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ 1 ഡെസിമീറ്റർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ 1 ഡെസിമീറ്റർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ലെയർ ദാറ്റ് ഈസ് ലെങ്ത് പോർഷൻ, ദെൻ നമ്മുടെ ബ്രെഡ്ത്ത് പോർഷൻ, ഈ ലെയർ ആൻഡ് ദ ഹൈറ്റ് പോർഷൻ, ഇങ്ങനെ വരുന്നതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അതായത് ഈ ഭാഗത്ത് 10 സെൻറ്റിമീറ്റർ = 1 ഡെസിമീറ്റർ എന്ന് അറിയാലോ നമുക്ക്. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരെണ്ണം 10 ക്യൂബ്സിൻ്റെ ഈ ഒരു പോർഷൻ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആയിരിക്കുമല്ലോ. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആയിരിക്കുമല്ലോ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇവിടം വരെ 10 ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് 10 × 10. അപ്പോൾ അതിൻ്റെ വോളിയം എത്ര കിട്ടി നമുക്ക്? അപ്പോൾ വോളിയം = നമുക്ക് എന്ത് എഴുതാം? 10 × 10 × 10 ദാറ്റ് ഈസ് = 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അതാണ് അവരിവിടെ വോളിയം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത്. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ml ആണെന്നാണ് അർത്ഥം അല്ലേ? അപ്പം നമുക്ക് അതിനെ എന്തെഴുതാം? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് = 1000 ml തന്നെയാണ്. അതാണ് അവരവിടെ പറഞ്ഞത്. കണ്ടോ, നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിനെ ml കണക്ഷൻ കിട്ടി നമുക്ക്. അതുപോലെ തന്നെ ഈ 1000 സെൻറ്റിമീറ്റർ ക്യൂബിന് നമ്മൾ ഇനി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് = 1 ഡെസിമീറ്റർ ക്യൂബാണെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇത് മൊത്തം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? ദാറ്റ് ഈസ് = 1 ലിറ്റർ ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഈ എക്സ്പ്രഷൻസ് ഈ ഒരു ക്യൂബിക്കൽ ഒരു ഷേപ്പിലൂടെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. മനസ്സിലായല്ലോ? ഒരു ചെറിയ ക്യൂബിനെ മാത്രം നിങ്ങൾ എടുക്കുക. ആ ക്യൂബ് 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യൂബാണെന്ന് വിചാരിക്കുക. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ 1 സെൻറ്റിമീറ്ററുള്ള ഒരു ചെറിയ ക്യൂബിനെ മാത്രം മനസ്സിൽ കാണുക. ആ ക്യൂബ് അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്ന് വിചാരിക്കുക. വോളിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 1 × 1 × 1 ദാറ്റ് ഈസ് = 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. കാര്യം 1 സെൻറ്റിമീറ്റർ ആയിരുന്നല്ലോ അതിൻ്റെ ഓരോന്നും. അപ്പോൾ അത് 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പം നമുക്ക് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വരിക, സെൻറ്റിമീറ്റർ ക്യൂബിനെ എനിക്ക് എന്തിനോട് റിലേറ്റ് ചെയ്യണം? മില്ലി ലിറ്ററിനോട് റിലേറ്റ് ചെയ്യണം. കാര്യം ഞാനിത് മൊത്തം എൻ്റെ ഈ സെൻറ്റിമീറ്റർ ക്യൂബിനെ മൊത്തം ഞാൻ ലിറ്ററിലേക്ക് എനിക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ml ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അതെങ്ങനെ കിട്ടി? ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എങ്ങനെയാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് 1 ml ആവുന്നതെന്ന് ഡൗട്ട് വരും. അപ്പം നിങ്ങളുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നിങ്ങൾ ഓർത്ത് നോക്കണം. 1000 സെൻറ്റിമീറ്റർ ക്യൂബിന് 1000 ml ആകാമെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബിന് എന്തായാലും 1 ml ആകാം. അത് ശരിയാണല്ലോ? ഓക്കെ, അപ്പം നമ്മളുടെ ഒരു ക്യൂബ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ദ വോളിയം ഓഫ് ദാറ്റ് ക്യൂബ് ഈസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആൻഡ് ദ 1 ml ഓർ 1 ml. ഇതിൽ അപ്പം നമ്മൾ മില്ലി ലിറ്ററിലും പറഞ്ഞു, സെൻറ്റിമീറ്റർ ക്യൂബിലും പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ആ ഒരു ക്യൂബ്, അതായത് ഒരു വോളിയം 1 മില്ലി ലിറ്റർ ഉള്ള ഒരു ക്യൂബ് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബുള്ള ഒരു ക്യൂബ്, ആ ക്യൂബ് ഇങ്ങനെ ഒരു പാത്ത് മുഴുവനും ഇങ്ങനെ വെച്ചേക്കുക. മനസ്സിലായോ? ഈ വോളിയം മുഴുവനും ഇങ്ങനെ വെച്ചേക്കുക. അതുപോലത്തെ 10 എണ്ണമാണ് ഇവിടുന്ന് ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഓർഡേർലി ആയിട്ട് വെച്ചേക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ വെച്ച് അങ്ങനെ വെക്കുവാണെങ്കിൽ ഇവിടം വരെ എത്ര ലെങ്ത് ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ. അതാണ് അവർ എഴുതിയേക്കുന്നത്. 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ 1 സെൻറ്റിമീറ്ററിന് ഒരു ക്യൂബ്, 1 സെൻറ്റിമീറ്ററിന് ഒരു ക്യൂബ്, 1 സെൻറ്റിമീറ്റർ അങ്ങനെ വെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അവിടെ ഒരു 10 സെൻറ്റിമീറ്ററോളം ഇവിടെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ്
ഡെസിമീറ്റർ, 1 ഡെസിമീറ്റർ. ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ എങ്ങനെ ഡെസിമീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ മീൻസ് 1 ഡെസിമീറ്റർ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഒരു 10 എണ്ണം മുകളിലോട്ടുണ്ട്. 10 ഇൻ ദ അപ്പർ പാർട്ട്. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10. സോ ഇവിടെയും ഒരു ലെങ്ത് എന്തായിട്ട് വരും? 10 സെൻറ്റിമീറ്റർ തന്നെ വരും. പിന്നെ നമുക്കതിൻ്റെ ലെയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ലെയർ എത്ര എണ്ണം ഉണ്ടാകും? 1 2 3 4 അത്രയും തന്നെ ലെയേഴ്സ്, 10 ലെയേഴ്സ് അവിടെ ഉണ്ടാകും. മനസ്സിലായോ? താഴെ 10 ലെയർ ആണെങ്കിൽ മുകളിലോട്ടും 10, താഴെ 10 ക്യൂബ്സ് ആണ്, മുകളിലോട്ടും 10, അതുപോലെ തന്നെ ലെയേഴ്സും 10. സോ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് 10 × 10 × 10. ഓക്കെ, ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം നമുക്ക് എത്ര കിട്ടും? 1000 സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് കിട്ടും. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1000 ml ആണ് നമ്മൾ പറഞ്ഞു. 1000 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഡെസിമീറ്റർ ക്യൂബാണ്? ദാറ്റ് ഈസ് 1 ഡെസിമീറ്റർ ക്യൂബാണ്. നമുക്കറിയാം, നമ്മളിതെല്ലാം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ പറഞ്ഞു. സോ ഇറ്റ് ഈസ് 1 ലിറ്റർ. മനസ്സിലായോ? അതാണ് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവും. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ പിക്ചറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്ന പിക്ചർ. കാരണം അവർ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ചില കുട്ടികൾക്കത് മനസ്സിലാവും, ചിലവർക്ക് അതൊന്ന് എടുക്കാൻ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതിനെ അന്ന് കറക്റ്റായിട്ട് അത് അണ്ടർസ്റ്റാൻഡായിട്ട് വരാനായിട്ട് നമുക്കൊരു കാര്യം ക്യൂബ്, ഡെസിമീറ്റർ, മില്ലിമീറ്റർ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് വളരെ റയറായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു വാല്യൂ ആയതുകൊണ്ട് ചിലവർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അടുത്തത് നമുക്ക് ഈ വോളിയം മെഷർ ചെയ്യുന്ന ഫ്ലാസ്കുകളെ പറ്റി ഒന്ന് നോക്കാം. ഫ്ലാസ്കല്ല ഡിവൈസസിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്യൂററ്റ് ഉണ്ട്, പിപ്പറ്റ് ഉണ്ട്, ഗ്രാജുവേറ്റഡ് സിലിണ്ടർ ഉണ്ട്, വോളിമെട്രിക് ഫ്ലാസ്ക് ഉണ്ട്. ഇങ്ങനെ 4 ഡിവൈസസ് ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങൾക്ക് വോളിമെട്രിക് ഗ്ലാസ്, ബ്യൂററ്റ് ഇതിനെയൊക്കെ പറ്റി നിങ്ങളുടെ ലാബിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇയാളെ പറ്റി നോക്കാം. ഗ്രാജുവേറ്റഡ് സിലിണ്ടർ എന്ന് പറഞ്ഞൊരു നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു ഗ്ലാസ് ഷേപ്പിലായിരിക്കും അത് ഇരിക്കുന്നത്. താഴെ ഒരു ചെറിയൊരു സർക്കിൾ പോലെ ഉണ്ടാകും, അതിനകത്തൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാകും, പിന്നെ ഇങ്ങോട്ടൊരു സിലിണ്ടർ ഷേപ്പിലൊരു ഗ്ലാസ് ട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ ഗ്രാജുവേറ്റഡ് സിലിണ്ടർ എന്ന് പേര് വരാൻ കാരണം ഇതിനകത്ത് ഉള്ള എല്ലാ വാല്യൂസും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു സ്കെയിൽ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തൊരു 1 ഇപ്പോൾ എത്ര ml വെച്ചിട്ടാണ് എടുക്കുന്നത്? 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞ് 11 12 13 അങ്ങനെ എത്ര ml വരെ എടുക്കാൻ പറ്റും? 100 ml ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടി 50 ml ഉണ്ട്, ചെറുതുണ്ട് 10 ml. അങ്ങനെ ഗ്രാജുവേറ്റഡ് സിലിണ്ടേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ അകത്തെ എല്ലാ മെഷർമെൻറ്റും അവർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങളോട് ഇപ്പോൾ പോയി ഒരു 10 ml എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ലാബുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ടൈമിൽ തോന്നും എന്താ ഇത്രയും ഒരിത്തിരി എമൗണ്ട് അല്ലേ കുറഞ്ഞുള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷേ ആ എമൗണ്ട് കുറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ആ ഒരിത്തിരി നിങ്ങൾക്ക് സൊല്യൂഷൻ നഷ്ടപ്പെട്ടു പോയാൽ പോലും നിങ്ങളുടെ വാല്യൂസിൽ വളരെയധികം ചേഞ്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നൊരു ലാബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആണ് ആക്ച്വലി ഇവർ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് അത്രയും കറക്റ്റ് എമൗണ്ട് ഓഫ് കിട്ടാനും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ചില കുട്ടികൾ ഏതെങ്കിലും വെള്ളം എടുത്താൽ പോലെ ഡിസ്റ്റിൽഡ് വാട്ടർ അതിനകത്ത് ഇത്തിരി ഉണ്ട്. ചില എക്സ്പെരിമെൻറ്റ്സിൽ ടീച്ചേഴ്സ് പറയും അത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഡിവൈസസ്, നിങ്ങളുടെ മെഷറിംഗ് ഡിവൈസസ് ഒക്കെ നല്ല ഡ്രൈ ആക്കി വെക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്യുറേറ്റായിട്ട് അത്രയും തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ എമൗണ്ട് ഓഫ് ലിക്വിഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഗ്രാജുവേറ്റഡ് സിലിണ്ടർ എടുത്ത് നിങ്ങൾ നല്ലൊരു ഡ്രൈ ഗ്രാജുവേറ്റഡ് സിലിണ്ടറിലേക്ക് നിങ്ങളുടെ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് ഒഴിച്ച് ഇവിടെ ഒരു 60 ml വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ 62 വേണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഗ്രാജുവേറ്റഡ് സിലിണ്ടറിൽ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോളിമെട്രിക് ഫ്ലാസ്ക്കാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു 1 gram സോൾട്ട് തന്ന് എന്നിട്ട് അവർ നിങ്ങളോട് പറയുവാണ് അതൊരു 1000 ml ആക്കൂ അല്ലെങ്കിൽ ഇതൊരു 250 നിങ്ങൾക്ക് അതിനുള്ള വോളിമെട്രിക് ഫ്ലാസ്ക് എടുക്കുക. നിങ്ങൾ ആ സോൾട്ട് എടുക്കുക, അതിനകത്ത് ബാക്കി വാട്ടർ ആഡ് ചെയ്ത് നമ്മളിങ്ങനെ പതുക്കെ ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു സൊല്യൂഷൻ അത് നിങ്ങൾക്ക് ലാബിൽ പോകുമ്പോൾ മനസ്സിലാവും.
അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാസ്ക്കാണ്. ദാറ്റ് ഈസ് എ വോളിമെട്രിക് ഫ്ലാസ്ക്കാണ്. 1000-ൻ്റെ ഉണ്ടാക്കാൻ പറ്റും, 250-യുടെ ഉണ്ട്, 100-ൻ്റെ, അങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫ്ലാസ്ക്കാണ്. നെക്സ്റ്റ് ഈസ് ബ്യൂററ്റ്. ബ്യൂററ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ലാബിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ മിക്കവാറും ബ്യൂററ്റ് ഒരു വലിയ ലോങ് ട്യൂബായിട്ട്, ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബായിട്ടിരിക്കാം. വിത്ത് നോസിലൊക്കെ നിങ്ങൾക്കുണ്ടാവും. ചെറിയൊരു നീഡിൽ ഷേപ്ഡ് താഴെ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്തേക്ക് നിങ്ങൾ അത് സ്റ്റാൻഡ് ചെയ്യുന്നത് എടുത്ത് നമ്മളത് പതുക്കെ അതിനകത്തേക്ക് സൊല്യൂഷൻ നിറച്ച് കൊടുക്കും. നമ്മളെ നോസിൽ വെച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് പതുക്കെ ഒന്ന് നോസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതാണ്. അത് നമുക്കിപ്പോൾ വോളിമെട്രിക് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന നേരത്ത് താഴെ നമ്മുടെ സബ്സ്റ്റൻസിലേക്ക് ഇപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനൊക്കെ എടുക്കും. അത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കണ്ടു കാണും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പമുള്ളതാണ്. അത് നമുക്ക് എടുക്കാം. നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഹോൾഡ് ചെയ്ത് നമുക്കതിനകത്ത് കുഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിപ്പറ്റാണ്. പിപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമുക്ക് പിപ്പറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വോളിമെട്രിക് ഫ്ലാസ്കിൽ നമ്മൾ 250 ml പ്രിപ്പയർ ചെയ്ത് സൊല്യൂഷൻ വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു 10 ml എടുത്താൽ മതി എന്നായിരിക്കും നിങ്ങളുടെ എക്സ്പെരിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ 10 ml എടുത്ത ഒരു ചെറിയ ട്യൂബ് അങ്ങനെയൊന്നും അല്ല എടുക്കുന്നത്. നമ്മൾ ഈ പിപ്പറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ സക്ക് ചെയ്തായിരുന്നു വലിച്ചെടുത്ത് നമ്മളുടെ ഫിംഗർ വെച്ച് ക്ലോസ് ചെയ്ത് ആ എയർ ടൈറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഒരു സ്ട്രോ മോഡലായിരുന്നു. ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുക, അവിടെ വെച്ച് പതുക്കെ നോക്കുക. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പുള്ള പിപ്പറ്റ്സാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിപ്പറ്റ് പമ്പുള്ള പിപ്പറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് അത് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. പമ്പ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് വരും. നമുക്ക് 25 ml ആണെങ്കിൽ 25 ml പിപ്പറ്റിലേക്ക് എടുക്കാം. 10 ml മതിയെങ്കിൽ 10 ml പിപ്പറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനം. അപ്പോൾ ഡിവൈസസ് എന്തൊക്കെയാണ്? വോളിയം, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്യൂററ്റ്, പിപ്പറ്റ്, ഗ്രാജുവേറ്റഡ് സിലിണ്ടർ ആൻഡ് വോളിമെട്രിക് ഫ്ലാസ്ക്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ പിക്ചേഴ്സ് കാണുമ്പോൾ ഒരു ഫെമിലിയർ ആയിട്ട് തോന്നാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പോർഷൻ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പാർട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.